Mapak, your perfect packaging partner. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് കേരളത്തിന് സമ്പൂർണമായ നിരാശയായി. MDA സർക്കാരിനെ താങ്ങി നിർത്തുന്ന കേവലം 2 പാർട്ടികൾക്ക് മാത്രമുള്ളതായി ബജറ്റ് ഒതുങ്ങിയെന്ന് ബെന്നി ബെഹനാൻ MP. കേരളത്തിന് യാതൊന്നും തന്നെ ബജറ്റിൽ വകയിരുത്തിയിട്ടില്ല. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് കേരളത്തിന് സമ്പൂർണ്ണ നിരാശയായി. NDA സർക്കാരിനെ താങ്ങി നിർത്തുന്ന കേവലം 2 പാർട്ടികൾക്ക് മാത്രമുള്ളതായി ബജറ്റ് ഒതുങ്ങിയെന്ന് ബെന്നി ബെഹനാൻ MP. പുതിയ ബജറ്റ് ആശാജനകമാണ്. ഇവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റില്ല. കേവല ഭൂരിപക്ഷമില്ലാത്തത് ഏറ്റവും BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തത് BJP ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റിനെ താഴെ ഉണ്ടാക്കുന്ന 2 പാർട്ടികളോ ഇവർക്ക് നേരത്തെ ഇപ്പൊ ഇവരെ ഏറ്റവും വലിയ ഈ ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ബില്ല് ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ബില്ല് 2024 ഈ ഗവൺമെന്റ് പറഞ്ഞത്. അതിനുശേഷം 10 വർഷക്കാലം ഈ ഗവൺമെന്റ് അതിന്റെ അന്നത്തെ ക്യാപിറ്റൽ അന്ന് പറഞ്ഞത് അപ്പൊ അന്ന് കൊടുക്കാതെ ഇന്ന് റെക്കോർഡ് പറയുന്നത് ഈ ഗവൺമെന്റ് ഫണ്ടുകളിലും ഗ്രാന്റുകളിലും കടമെടുപ്പ് പരിധിയിലുമെല്ലാം കുറവ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു. ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്തപ്പോൾ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. New airports, medical colleges and sports infrastructure in Bihar will be constructed. An additional allocation to support capital investments will be provided. The requests of Bihar government for external assistance from multilateral development banks will be expedited. Andhra Pradesh Reorganization Act. Our government has made concerted efforts to fulfill the commitments in Andhra Pradesh Reorganization Act. In the current financial year, 15,000 crore rupees will be arranged with additional amounts in future years. ഈ ബജറ്റ് ഇന്ത്യൻ പാർലമെന്റിന് അകത്തായിരുന്നില്ല നടത്തേണ്ടിയിരുന്നത്, മറിച്ച് ബീഹാറിലോ ആന്ധ്രയിലോ ആയിരുന്നു ഇത് അവതരിപ്പിക്കേണ്ടിയിരുന്നതെന്ന് കേരളത്തിൽ നിന്നുള്ള MPമാർ പറയുന്നു. കേരളം ആവശ്യപ്പെട്ടതിൽ ഒന്നുപോലും നൽകിയില്ലെന്നു മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തിയേക്കാവുന്ന സ്വാധീനം പോലും കണക്കിലെടുത്തില്ല. കോഴിക്കോട് കിനാലൂരിൽ എയിംസിനു വേണ്ടി സ്ഥലം കണ്ടെത്തി അറിയിച്ചെങ്കിലും ബജറ്റിൽ അക്കാര്യവും പരിഗണിച്ചില്ല. വയനാട് തുരങ്കപാതയ്ക്കും സഹായമില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി കേന്ദ്രം ചെലവഴിക്കേണ്ട തുകയിൽ സംസ്ഥാനം ചെലവിട്ട 3,686 കോടി രൂപയും ചോദിച്ചിരുന്നു. പുതിയതൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, പഴയതിന്റെ കാര്യത്തിലും തീരുമാനമായില്ല. നമുക്കറിയാം, ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിന്റെ പേര് മെൻഷൻ ചെയ്യും. കേരളത്തിന്റെ ഈ തമിഴ്നാടിന്റെ പേര് മെൻഷൻ ചെയ്യും. ഇവിടെ പിഗ്രിമേജ് ടൂറിസം എന്ന് പറയുന്നത്. പിഗ്രിമേജ് ടൂറിസം എന്നാണ് പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, ആ പിഗ്രിമേജ് ടൂറിസം നമ്മുടെ ചേരമാൻ പോലീസ് ടൂറിസം, അതുപോലെ തന്നെ കിസാൻ വളരെ പ്രസാദ് ഉള്ളതാണ്. ഇതുപോലെ തന്നെ മലയാളത്തിൽ ടൂറിസം ഗാലറിയിൽ പറയുക. അപ്പൊ പിഗ്രിമേജ് ടൂറിസം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് അതിന് മറ്റു ചില ടൂറിസത്തിന്റെ ഏറ്റവും ദൈവത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ പേര് സ്ഥാനാർത്ഥിക്കാരും നിരാശാജനകമാണ്. ഈ ഗവൺമെന്റ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ സങ്കുചിതമായി സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ സംവിധാനത്തിന് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ബജറ്റിൽ വളത്തിന്റെ സബ്സിഡി കുറച്ചതും തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കുറച്ചതും തിരിച്ചടിയാകും. ദേശീയപാത വികസനം ഒഴിച്ചു നിർത്തിയാൽ 2 മോദി സർക്കാരുകളുടെ കാലത്തും ബൃഹത് പദ്ധതികളൊന്നും കേരളത്തിന് ലഭിച്ചിട്ടില്ല. ടൂറിസം രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും കേരളത്തെ ഒരു രീതിയിലും പരിഗണിച്ചില്ല. തീർത്ഥാടന ടൂറിസത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കേന്ദ്രം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ സമ്പൂർണമായും അവഗണിച്ചു. ഞാൻ ഒരിക്കൽ പറയുന്നു,
BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിന്റെ പേരിൽ അവകാശം ബഡ്ജറ്റാണ് ഈ പട്ടിസ്വരം